ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സോഡസ് റേസസിലേക്ക് സ്വാഗതം. എനിക്കറിയാം എല്ലാവരും എക്സാമിന് വേണ്ടിയുള്ള നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകാൻ വേണ്ടി നമ്മളുടെ കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് വേഗം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്ക് ട്രയാങ്കിൾസിന്റെ എണ്ണം, എത്ര ട്രയാങ്കിൾസ് ആണ് ഈ ചിത്രത്തിൽ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് കേട്ടോ. നമുക്ക് സമയം കളയാതെ തന്നെ നോക്കിയാലോ മക്കളെ. ഒന്നാമത്തെ ഈ ട്രയാങ്കിൾ, ഇതിനകത്ത് എത്ര ട്രയാങ്കിൾസ് ടോട്ടൽ വരുന്നുണ്ട് എന്നാണ് ചോദ്യം വരാറുള്ളത് അല്ലെ. എത്ര ത്രികോണങ്ങളാണ് വരാറുള്ളതെന്ന് ചോദ്യം വരാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഇതിനെ ബേസിൽ നിന്ന് എത്ര തവണ ആണ് വരുന്നത്, അതായത് എത്ര സെപ്പറേഷൻസ് വരുന്നുണ്ട് എന്ന് കൗണ്ട് ചെയ്യുക. ഇവിടെ എത്ര വരുന്നുണ്ട്? 1 2 രണ്ട് സെപ്പറേഷൻസ് അല്ലെ, രണ്ട് സെപ്പറേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ടോട്ടൽ ട്രയാങ്കിൾ വരുന്നത് ഇതിന്റെ സം ആയിരിക്കും. അതായത് 2 + 1 1 + 2 കൂട്ടുന്നതായിരിക്കും ഇതിന്റെ ടോട്ടൽ ട്രയാങ്കിളിന്റെ എണ്ണം. അപ്പോ 3 ആണ് ഇവിടെ ടോട്ടൽ ട്രയാങ്കിൾ വരുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കിയാലോ. ഇവിടെ എത്ര സെപ്പറേഷൻസ് വരുന്നുണ്ട്? 1 2 3 4. ഇവിടെ എങ്ങനെയായിരിക്കും ടോട്ടൽ വരുന്നത്? 4 + 3 + 2 + 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ട്രയാങ്കിളിന്റെ എണ്ണം കിട്ടും. 4 3 7 7 2 9 1 10 10 ട്രയാങ്കിൾ ആണ് ടോട്ടൽ വരുന്നത്. ഓക്കെ അല്ലെ? അങ്ങനാണ് ഈ ട്രയാങ്കിളിന്റെ എണ്ണം നമ്മൾ കണ്ടെത്തുന്നത്. ഇനി ഇത് മറ്റൊരു രീതിയിലും ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അവസാനം വരുന്ന നമ്പർ എത്രയാണ്? 2 1 2 എന്നാണ് തീരുന്നത് അല്ലെ. അപ്പൊ അവസാനം വരുന്ന നമ്പർ ഇൻറ്റു തൊട്ടടുത്ത നമ്പർ ഏതാണ്? 3 3 2 6 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. എങ്ങനെയാണ്? 3 2 6 6ന്റെ പകുതി വരുന്നു 3 ആണ് ഉത്തരം വരുന്നത്. ഓക്കെ അല്ലടാ മക്കളെ, മനസ്സിലായോ? അതായത് ഇവിടെ അവസാനം വരുന്നത് എത്രയാണ്? 1 2 3 4 4 സെപ്പറേഷൻസ് ആണ് വരുന്നത്. 4 തൊട്ടടുത്ത് വരുന്ന നമ്പർ 5 ആണ്. I4 20നെ 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ ഉത്തരം നമുക്ക് 10 എന്നാണ് ലഭിക്കുന്നത്. ഓക്കെ അല്ലടാ മക്കളെ? അത് തന്നെയല്ല ഇവിടെയും കിട്ടിയത്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൗണ്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കാം. ഇനി ഇത്തരത്തിലാണ് നിങ്ങൾക്ക് ട്രയാങ്കിൾ തരുന്നത് എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തേണ്ടത്? നിങ്ങൾക്കറിയാം, ഈ ബേസ് ഒരു ലൈൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നു, അതിന് മുകളിൽ വേറെ സെപ്പറേഷൻ, 3 4 സെപ്പറേഷൻസ്. അപ്പൊ നിങ്ങൾ 1 2 3 4 4 സെപ്പറേഷൻസ് ആണ് വരുന്നത് അല്ലെ. 4 ആയിട്ടാണ് തരഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും 4 ട്രയാങ്കിൾ ആണ് ഇതിൽ വരുന്നതെന്ന് ഓർത്തിരുന്നാലും മതിയാവും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. 1 2 3 4 4 സെപ്പറേഷൻസ് വരുന്നു. 4 ട്രയാങ്കിൾ ആണ് ഇവിടെ വരുന്നത് കേട്ടോ. അതെങ്ങനെയാണ്? ഫസ്റ്റ് ട്രയാങ്കിൾ ഈ ഔട്ട്ലൈൻ ഉള്ളത്, പിന്നെ രണ്ടാമത്തേത്, മൂന്നാമത്തേത്, നാലാമത്തേത്, 4 ട്രയാങ്കിളെ ഇതിന്റെ അകത്ത് വരുന്നുള്ളൂ. ഇനി അടുത്തത്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഇത്തരത്തിലൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. നമുക്ക് എളുപ്പം തന്നെ കണ്ടെത്താൻ സാധിക്കും. എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു, ഈ ഇന്നർ ലൈൻ 2 എണ്ണം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഈ സെപ്പറേഷൻ മാത്രം, ഇങ്ങനൊരു ട്രയാങ്കിളിന് 1 2 എന്ന് സെപ്പറേഷൻ കൊടുത്തതാണല്ലോ ഇത്. അപ്പൊ ഈ 2 സെപ്പറേഷൻസ് ഇല്ലായിരുന്നുവെങ്കിൽ ടോട്ടൽ 3 ട്രയാങ്കിൾ ആണ്. എങ്ങനെ? 1 2 3 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 1 2 എടുത്തു, ഇതിന്റെ രണ്ടിനെ കൂട്ടി 3. ഇതാണ് സെപ്പറേഷൻസ് ഇല്ലായിരുന്നുവെങ്കിൽ 3 എന്നാണ് ഉത്തരം കിട്ടേണ്ടിയിരുന്നത്. സെപ്പറേഷൻസ് വന്നു. അപ്പൊ ഇവിടെ മുതൽ നിങ്ങൾ നോക്കിയാൽ വീണ്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതേ 3 ട്രയാങ്കിൾ. എങ്ങനെ? 1 2 വീണ്ടും 3 ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെയും 1 2 2 1 3 ട്രയാങ്കിൾ ഇവിടെയും വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ടോട്ടൽ ട്രയാങ്കിൾ എത്രയാണ്? 3 3 6 3 9 ട്രയാങ്കിൾ ആണ് ഇവിടെ ടോട്ടൽ വരുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഇവിടെ 9 ട്രയാങ്കിൾ ടോട്ടൽ വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ ചിന്തിക്കാനായിട്ട് സാധിക്കും. ഒരുപാട് തവണ, അതായത് ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ ഇങ്ങനെ എണ്ണം എടുക്കാനായിട്ട് പാടായിരിക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ 1 2 3 4 4 സെപ്പറേഷൻസ് ഉണ്ട്. അപ്പൊ 4 3 7 7 2 9 1 10 എന്ന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കറിയാം 10 എന്ന് കിട്ടാറുണ്ട് അല്ലെ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 2 1 3 3 നമുക്ക് താഴെ കിട്ടി. അതിനെ എത്ര സെപ്പറേഷൻസ് ആണ് ഇവിടെ വന്നിരുന്നത് എന്ന് നമ്മൾ ബേസ് കൊണ്ട് തരംതിരിച്ചല്ലോ. അപ്പൊ നോക്കട്ടെ, ഇവിടെ 1 2 3 3 അല്ലേ വന്നിരുന്നത്. അപ്പം ഇവിടെ കിട്ടിയ സം എത്രയാണ്? 3. അതേ ഇൻറ്റു താഴേക്ക് വരുന്ന എണ്ണം എത്രയാണ്? 3 3 × 3 9. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ കണ്ടെത്തിയത്, ആഡ് ചെയ്ത് കണ്ടെത്തിയത്. അപ്പൊ നിങ്ങൾക്ക് ഈ 10 എന്നുള്ളതിനെ ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ഇവിടെ ഒരു സെപ്പറേഷൻ 1, ഇവിടെ 2 3 4. അപ്പൊ 10 × 4 എന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും 40 എന്ന് ആൻസർ വരും. ക്ലിയർ ആണോ? മനസ്സിലായോ മക്കളെ? ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഇത് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഈ പ്രോബ്ലം മാത്രം ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തന്നിട്ട് പോകാമേ, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. നോക്കാം നമുക്ക്. നോക്കിയേ, ഇവിടെ 1 2
അപ്പൊ 2 1 3 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട് 3. ഇനി ഇതുപോലെ എത്ര സെപ്പറേഷൻസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 1 2 3 3 into 3 is equal to 9. 9 ആണ് ഇവിടുത്തെ ടോട്ടൽ ട്രയാങ്കിൾ. ഇവിടെ 1 2 3 4 4 3 7 2 9 1 10 എന്ന് കിട്ടി. 10നെ 1 2 3 4 വെച്ച് ഗുണിക്കുമ്പോൾ 40 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടി. ഇതാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? ഇനി നോക്കിയാ മക്കളെ, അടുത്തത് വരുന്നത് ഇത് എത്ര തവണയാണ് നമുക്ക് കണ്ടെത്തിയതാണ്. നമ്മൾ മേളിൽ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത ഇവിടെ എങ്ങനെയാ 1 2 3 4 അതപ്പോ 4 3 7 2 9 1 10 എന്ന് കിട്ടിയതാ. അതുപോലെ ഇവിടെ എത്ര എണ്ണം വരുന്നുണ്ട്? 1 2 3 4 5 5 സെപ്പറേഷൻസ് വരുന്നുണ്ട് ഈ ട്രയാങ്കിളിന്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ആൻസർ കണ്ടെത്താം? ഞാൻ പറഞ്ഞു 5നെ തൊട്ടടുത്ത നമ്പർ വെച്ച് ഗുണിക്കുക, 2 വെച്ച് ഭാഗിക്കുക. 5ന് തൊട്ടടുത്ത് വരുന്ന നമ്പർ 6. 5 into 6 6 5 30. 30 ഡിവൈഡ് ബൈ 2 15 എന്ന ആൻസർ കിട്ടും അല്ലെ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇതിൽ 15 എണ്ണം വരുന്നുണ്ട്. ഒന്നുകൂടെ ആഡ് ചെയ്ത് നോക്കിയോളൂ സംശയം ഉണ്ടെങ്കിൽ. 5 4 9 9 1 10 13 2 15. കണ്ടോ, താഴെ നിരയിൽ 15 ട്രയാങ്കിൾ ആണ് താഴത്തെ നിരയിൽ വരുന്നത്. മനസ്സിലായി? ഇവിടെ എത്രയാണ്? 1 2 3. എങ്ങനെ കിട്ടും? 3 2 5 1 6 ട്രയാങ്കിൾ ഇവിടെ വരുന്നുണ്ട് അല്ലെ? അതായത് 3നെ തൊട്ടടുത്ത സംഖ്യ വെച്ച് ഗുണിച്ച് 2 കൊണ്ട് ഭാഗിച്ചാൽ മതി. 3 into 4 4 12 ഡിവൈഡ് ബൈ 2 6 എന്ന് കിട്ടി. ഇനി ഇവിടെ എത്ര ട്രയാങ്കിൾ വരുന്നുണ്ട്? 1 2 എന്ന് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 2 1 3 ട്രയാങ്കിൾ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര വരുന്നുണ്ട്? 15 പ്ലസ് 6 പ്ലസ് 3 എന്നെടുക്കണം. 15ഉം 6ഉം 21ഉം 3ഉം 24 എന്ന് നിങ്ങൾക്ക് ആൻസർ വരും. ഇതിലാകെ 24 ട്രയാങ്കിൾ ആണ് വരുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോടാ? അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ, ഇങ്ങനെയാണ് ചോദ്യം വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കണ്ടെത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ട്രയാങ്കിളിനെ ഇത് വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുക. അതായത് ഈ ഒരു ഔട്ടർ ട്രയാങ്കിളിനെ ഈ ഒരു ലൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ട്രയാങ്കിളിനെ ഒരു ലൈൻ വെച്ച് ഇങ്ങനെയും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഇത്തരത്തിലാണ് ചോദ്യം വരുന്നത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി ഇവിടെ 1 2 രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു, ഇപ്പുറത്തും 1 2 രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ ഈ 2ന്റെ ക്യൂബ് എടുത്താൽ മതിയാവും. അതായിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? 2ന്റെ ക്യൂബ് എത്രയാണ്? 2 into 2 4 4 into 2 8. ഇതിന്റെ ആൻസർ 8 ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെയാണെങ്കിൽ എങ്ങനെ വരും? 1 2 3. ഇവിടെയും കണ്ടോ 1, ഇവിടെയും വരുന്നത് 1 2 3 തന്നെയാണ്. അപ്പൊ 3ന്റെ ക്യൂബാണ് നിങ്ങൾ ഇവിടെ എടുക്കേണ്ടത്. 3ന്റെ ക്യൂബ് എത്ര വരും? 3 into 3 9, 9 into 3 27 എന്ന ആൻസർ വരും. അപ്പോൾ ഇതിന്റെ ആൻസർ 27 ആണ് എന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് ഒരു വലിയ ട്രയാങ്കിൾ തരുന്നു, അതിനുള്ളിൽ ഒരു ചെറിയ ട്രയാങ്കിൾ. ഇത്തരത്തിലാണ് വരുന്നതെങ്കിൽ 5 ആണ് വരേണ്ടതെന്ന് അറിയാം. എങ്കിലും ഞാൻ എങ്ങനെയാണെന്ന് പറയാം. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇതൊരു ട്രയാങ്കിൾ 2 3 ഉള്ളിലൊന്ന് 4 ട്രയാങ്കിൾ പ്ലസ് ഏറ്റവും വലിയ ഔട്ടർ ട്രയാങ്കിൾ വരുന്നത് 1 = 5 ട്രയാങ്കിൾ ആണ് വരുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നിങ്ങൾ മനസ്സിലായി, ഒരു ട്രയാങ്കിളിനുള്ളിൽ ഒരു ട്രയാങ്കിൾ തന്നാൽ ടോട്ടൽ 5 ആണ് വരുന്നത്. അതിന് മാറ്റമൊന്നുമില്ല. ട്രയാങ്കിൾ വലിപ്പം കൂടിയാലോ വലിപ്പം കുറഞ്ഞാലോ എല്ലാം 5 തന്നെയാണ് വരുന്നത്. ഇനി ഇത്തരത്തിലാണെങ്കിലോ നിങ്ങൾ നോക്കിയേ, അകത്ത് ഈ ഒരു ട്രയാങ്കിൾ ഇല്ലായിരുന്നുവെങ്കിൽ മേളിത്തെ പിക്ചറും ഈ പിക്ചറും സെയിം ആണ്. ശരിയല്ലേ? കാരണം ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആഡ് ചെയ്തതാണ് ഈ താഴത്തെ പിക്ചർ. അപ്പൊ നമുക്ക് മനസ്സിലായി ഒരു ട്രയാങ്കിൾ മാത്രം ആഡ് ചെയ്യുമ്പോൾ 5 ആണ് കിട്ടേണ്ടത്. അതായത് അകത്തെ ഈ ഒരു ട്രയാങ്കിൾ മാത്രമായിരുന്നു വരേണ്ടതെങ്കിൽ എങ്ങനെ എഴുതും? 4 + 1 എന്ന് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനാണോ? അല്ല. അതിനുള്ളിൽ മറ്റൊരു ട്രയാങ്കിൾ കൂടെ വന്നിട്ടുണ്ട്. അപ്പോ ഈ ഒരു ട്രയാങ്കിളിനുള്ളിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പൊ വീണ്ടും ഒരു 4 കൂടെ അതിനോടൊപ്പം ചേർന്ന് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. പിടി കിട്ടിയോടെ മക്കളെ? ഈ 4 1 5 എന്ന് നമുക്ക് കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ അകത്തൊരു ട്രയാങ്കിളോടെ വന്നപ്പോൾ വീണ്ടും ഒരു 4 ട്രയാങ്കിളോടെ വരും. അപ്പൊ ഉത്തരം വരേണ്ടത് 9 ആണ്. 4 4 8 1 9. ഞാൻ അതൊന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഒരു ട്രയാങ്കിളിന് ഉള്ളിൽ ഒരു ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാൽ ഓർക്കുക 4 + 1 = 5. 1 എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയത് ഏറ്റവും ബിഗ് ആയിട്ടുള്ള ട്രയാങ്കിൾ, ഏറ്റവും ഔട്ടർ ട്രയാങ്കിളിനാണ് 1 കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ചെറുത് 4 എണ്ണം 1 2 3 4 1 2 3 4. ഇത് 4 + 1 ഏറ്റവും വലുതെന്നൂടെ ചേർത്താൽ 5 ട്രയാങ്കിൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലേ? ഇനി താഴെയാണെങ്കിലോ ഒരു ട്രയാങ്കിൾ അകത്തുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി 4 ഉണ്ട്. വീണ്ടും ഒരു ട്രയാങ്കിൾ അകത്തുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി വീണ്ടും ഒരു 4 ഉണ്ട്. ഇനി ഔട്ടർ ട്രയാങ്കിളും കൂടെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. 1 4 4 8
1 9 ട്രയാങ്കിൾ ആണ് ആകെ വരുന്നത്. ക്ലിയർ അല്ലടാ? അടുത്തത് നോക്കിയേ, ഇവിടെ ഈ ലൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ മേളിൽ തന്നിരിക്കുന്ന പിക്ചറും ഈ പിക്ചറും സെയിം ആയേനെ. ശരിയല്ലേ? ഈ ലൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എത്ര ട്രയാങ്കിൾ വരണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 1 5 എന്നായിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ ഈ ലൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തപ്പോൾ എത്ര ട്രയാങ്കിൾ അധികം വന്നിട്ടുണ്ട്? ഇവിടെ ഇത്തരത്തിലൊരു ട്രയാങ്കിൾ, ഇപ്പുറത്ത് ഇത്തരത്തിലൊരു ട്രയാങ്കിൾ വന്നു 2. വീണ്ടും ഇവിടെ ഇത്തരത്തിലൊരു ട്രയാങ്കിൾ ഫോം ചെയ്തു, ഇവിടെയും ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു 4. വീണ്ടും ഒരു ട്രയാങ്കിൾ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 2 3 4 5 6 ട്രയാങ്കിൾ വീണ്ടും വന്നിട്ടുണ്ട്, പ്ലസ് 6. അപ്പൊ എത്ര വരും മക്കളെ? 11 ട്രയാങ്കിൾ ആകെ വരുന്നുണ്ട്. ഇതിന്റെ ആൻസർ 11 ആണ് അല്ലേ? മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഒന്നുകൂടി ഇത് പറഞ്ഞു തരാം, വരയ്ക്കാതെ നമുക്കത് എല്ലാം കൂടെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട. ഈ ഒരു സെപ്പറേഷൻസ് ഇവിടെ ഇങ്ങനെ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഈ പിക്ചറിന് ഒരു സെപ്പറേഷൻ കൊടുത്ത പിക്ചറാണ് ഈ കാണിക്കുന്നത്. ആ സെപ്പറേഷൻ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ എത്ര പിക്ചർ ഉണ്ടായേനെ? ഈ സെപ്പറേഷൻ ഇല്ലായിരുന്നുവെങ്കിൽ എത്ര ട്രയാങ്കിൾ വരും? നമ്മൾ മേളിൽ പഠിച്ചതാണ് 5 ട്രയാങ്കിൾ. അതായത് 4 1 5 എന്ന് നമ്മൾ പഠിച്ചതാണ്, ഇവിടെ പഠിച്ചതാണ് അല്ലെ 5. അപ്പൊ 5 ട്രയാങ്കിൾ, 5 കൂടാതെ എത്ര ട്രയാങ്കിൾ എക്സ്ട്രാ വന്നിട്ടുണ്ട്? 1 2 3 4 5 6. കണ്ടോ? ഇത്രയും ട്രയാങ്കിൾ അധികം വന്നാണ്, പ്ലസ് 6 6 വെച്ചും 11 ട്രയാങ്കിൾ ആണ് ഇതിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ മനസ്സിലായി, ഇതും മനസ്സിലായി, ഇത് മനസ്സിലായിട്ടുണ്ട്. ഇതിൽ 5 ആണ് വരുന്നത്, ഇതിൽ 4 4 8 1 9 ട്രയാങ്കിൾ വരുന്നുണ്ട്. എങ്ങനെയാണ് 9 ട്രയാങ്കിൾ വരുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇതിൽ 11 ട്രയാങ്കിൾ ആണ് വരുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്തത് ഇതിൽ എത്രയാണ് വരുന്നത്? സിമ്പിൾ ആണ്. 1 2 നോക്കണ മക്കളെ, 2 3 4. നമ്മൾ ടോട്ടൽ ഉള്ളത് എത്ര സെപ്പറേറ്റ് പാർട്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വിഭജിക്കുന്നുണ്ടെന്ന് നോക്കുക. 4 ആണെങ്കിൽ 4 × 2 ആയിരിക്കും അതിന്റെ ആൻസർ. 4 2 8 ട്രയാങ്കിൾ വരുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പൊ 8 ട്രയാങ്കിൾ വരുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. ഇവിടെയാണെങ്കിലോ 1 2 3 4 5 6 7 8. അപ്പൊ നിങ്ങൾ ഓർക്കുക 8 × 2 16 ട്രയാങ്കിൾ ആണ് ഇതിൽ വരുന്നത്. ക്ലിയർ ആയല്ലേ? മനസ്സിലായില്ലേ മക്കളെ? ഇനി ഇത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്ത് ഒരുപക്ഷെ ഇതിനെ മറ്റൊന്നായിട്ട് കമ്പൈൻ ചെയ്ത് ഇതുപോലൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, രണ്ടെണ്ണം കൂട്ടി യോജിപ്പിക്കുമ്പോൾ പുതുതായിട്ട് ഫോം ചെയ്യുന്ന ട്രയാങ്കിളുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ അധികമായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ സെപ്പറേഷൻസ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എത്ര ട്രയാങ്കിൾ ആണ് വരുന്നത്? 1 2 3 4. അപ്പൊ നമുക്ക് മനസ്സിലായി 4 × 2 = 8 ട്രയാങ്കിൾ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പുറത്തും വരുന്നത് 1 2 3 4. എങ്ങനെയാണ്? 4 × 2 = 8 ട്രയാങ്കിൾ ഇവിടെയും വരുന്നുണ്ട്. അത് കൂടാതെ അപ്പൊ നമുക്ക് മനസ്സിലായി ഇപ്പോൾ തന്നെ ഓൾറെഡി എത്ര കിട്ടി? 8 + 8 16 ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല 2 ട്രയാങ്കിൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ പുതുതായിട്ട് ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഇത്തരത്തിലൊരു ട്രയാങ്കിൾ പുതുതായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ട്രയാങ്കിൾ പുതുതായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 ട്രയാങ്കിൾ അധികമായി വന്നിട്ടുണ്ട്. 16 2 18 ട്രയാങ്കിൾ ആണ് ടോട്ടൽ വരുന്നത്. ക്ലിയർ ആയോ? അതൊന്നുകൂടെ പറയാം, ശ്രദ്ധിക്കണം കേട്ടോ. നോക്കിയേ, ഇവിടെ 1 2 3 4 4 2 8 4 × 2 = 8 എന്ന് കിട്ടി. ഇപ്പുറത്തും 8 ട്രയാങ്കിൾ ഉണ്ട്. ഇനി പുതുതായിട്ട് ഫോം ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ മറ്റൊരു ഐഡിയ ഞാൻ പറയട്ടെ, രണ്ടുകൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എത്ര കണക്റ്റിംഗ് പോയിന്റുകൾ വരുന്നുണ്ടെന്ന് ഓർത്താൽ മതി. എത്ര കണക്റ്റിംഗ് പോയിന്റാ? ഈ ഒരു ഫിഗറിനെയും ഇതിനെയും ചേർക്കുമ്പോൾ ഇവിടെ ഒരു കണക്റ്റിംഗ് പോയിന്റ്, ഇവിടെ ഒരു കണക്റ്റിംഗ് പോയിന്റ്. അപ്പൊ 2 കണക്റ്റിംഗ് പോയിന്റ് വന്നല്ലേ? അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. 8 8 16 2 18. 8 8 16 2 18. 18 ട്രയാങ്കിളുകളാണ് ഇതിൽ വരുന്നത്. ക്ലിയർ ആണ് മക്കളെ? അത് മനസ്സിലായില്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു ഫിഗർ കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇവിടെ ഇങ്ങനെ ഒരു ഫിഗർ കൂടെ ഉണ്ടെങ്കിലോ? അപ്പൊ കണക്റ്റിംഗ് പോയിന്റുകൾ എത്ര വരും? 1 2 3 4 കണക്റ്റിംഗ് പോയിന്റുകൾ ചേർക്കണം. 8 8 8 16 8 24 4 കണക്റ്റിംഗ് പോയിന്റുകൾ 28 എന്നതിന്റെ ആൻസർ വരും. ക്ലിയർ ആണോ? അത് മനസ്സിലായല്ലോ? ഇനി അടുത്തത് ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കണേ. ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം സംശയം വരാൻ സാധ്യതയുള്ളതാണ്. ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്തപ്പോ എത്രയാണ് കിട്ടിയത്? 1 2 3 4 5 6 7 8 8 × 2 16 എന്ന് കിട്ടി. നിങ്ങൾ നോക്കിയേ,
ഈ ഒരു ഫിഗറിനെ നേരെ എടുത്ത് സെന്റർ വെച്ചേക്കുക. ഔട്ടർ ഫിഗർ ഇല്ലായിരുന്നുവെങ്കിൽ ഇതിനെ മാത്രം നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കണം മക്കളെ. ഇത് മാത്രം ഒന്ന് കൺസിഡർ ചെയ്ത് എത്ര ഫിഗർ ഇതിന്റെ അകത്തുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എത്ര ഉണ്ട്? നിങ്ങൾ ഇവിടെ കൗണ്ട് ചെയ്ത പോലെ തന്നെ 16 എണ്ണം ഉണ്ടാവും. ശരിയല്ലേ? ഇതിൽ 16 എണ്ണം ട്രയാങ്കിൾ ഉണ്ടാവും. ഈ ഫിഗറിനെ നിങ്ങൾ മാറ്റി ചിന്തിച്ച് നോക്കിക്കേ, അപ്പോഴും വെളിയിൽ വരുന്നതും ഇതുപോലെ തന്നെയാണ്, അതും 16 ആണ്. സോ ഇതിന്റെ ആൻസർ 16 പ്ലസ് 16 ഈക്വൽ ടു 32. 32 ട്രയാങ്കിളുകളാണ് വരുന്നത്. വേറൊന്നുമില്ല, നടുക്ക് വരുന്ന ഒരു ട്രയാങ്കിൾ അതിനെ കൂട്ടി, അതായത് ഈ ഇതേ ഫിഗർ തന്നെ സെൻട്രൽ വന്നു, അതേ ഫിഗർ തന്നെ ഔട്ടർ സൈഡ് വന്നു. 16 16 32 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് നോക്കാം. വരുന്നത് നോക്കിയേ, ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതോ 1 2 3 4 5 6 7 8 8 ആണ് വരുന്നത് നമുക്കറിയാം. അപ്പോൾ 8 ഇൻറ്റു 2 8 2 16 നമുക്ക് ആൻസർ കിട്ടി. ഇവിടെയും അതുപോലെ തന്നെ 16 ഉണ്ട് അല്ലെ? അപ്പൊ 16 ഒന്നുണ്ട്, ഇവിടെ ഒരു 16 ഉണ്ട്. അതുപോലെ തന്നെ ഇത് കണക്ട് ചെയ്ത് വരുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ലൈൻ കണക്ട് ആയി വരുന്നത് കൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്യപ്പെടുന്ന ഒന്ന് വരുന്നുണ്ട്, കണക്ട് ചെയ്യപ്പെടുന്ന ഒരു ട്രയാങ്കിള്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വലിയ ട്രയാങ്കിള്. അപ്പൊ കണക്ട് ചെയ്ത രണ്ട് വലിയ ട്രയാങ്കിള് ഒരു സൈഡിലേക്കും നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കും അതുപോലെ തന്നെ കണക്ട് ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്, രണ്ട് ട്രയാങ്കിൾ. കണക്ട് ചെയ്യുന്ന രണ്ട് ട്രയാങ്കിൾ ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ 16 2 32 32 2 34 36 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ക്ലിയർ ആയില്ലേ? അടുത്തത് നോക്കിയാൽ മക്കളെ, നമുക്ക് മനസ്സിലായി ഇത് 36 ആണ്, ഇങ്ങോട്ടും ഇത് 36 വരേണ്ടതാണ്. നമുക്ക് മറ്റൊരു രീതി നോക്കാം. ഇവിടെ 16 എന്ന് പറഞ്ഞു, അത് നമുക്കറിയാം. ഈ ട്രയാങ്കിൾ, അതായത് ഈ ഒരു കോളത്തിൽ ടോട്ടൽ ആയിട്ട് 16 കാണും. ഇവിടെയും 16 കാണുമെന്ന് നമുക്കറിയാം, ഇവിടെയും 16 ആണെന്ന് നമുക്കറിയാം. ഇനി കണക്ട് ചെയ്തു വരുന്നതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കണക്ട് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കണക്ട് ചെയ്തു വരുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ വലിപ്പമേറിയ ഒരു ട്രയാങ്കിൾ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ രണ്ട് ട്രയാങ്കിൾ വന്നിട്ടുണ്ട്, പ്ലസ് 2. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കണക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വലിയൊരു ട്രയാങ്കിൾ കണക്ട് ചെയ്തു, അപ്പോ അതും രണ്ട് ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. നേരെ എതിർ സൈഡിലേക്ക് നിങ്ങൾ നോക്കിയേ, ഇപ്പൊ ഈ സൈഡിലേക്കുള്ള നമ്മൾ വരച്ചു. ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്ക് എങ്ങനെയായിരിക്കണം മക്കളെ? ഇത് രണ്ടെണ്ണം കണക്ട് ചെയ്ത് വരുന്ന ഒരു ട്രയാങ്കിൾ, അതിന്റെ തന്നെ വലിയൊരു ട്രയാങ്കിൾ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. രണ്ട് ട്രയാങ്കിൾ വന്നു. നേരെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വന്നു. ഇതുപോലെ തന്നെ കണക്ട് ചെയ്യുന്ന മറ്റൊരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട്, അതും രണ്ട് ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. അവസാനിച്ചോ? തീർന്നോ? തീർന്നിട്ടില്ല. പിന്നെ എവിടെയാണ് ഇനി വരുന്നത്? ഇനി കണക്ട് ചെയ്തു വരുന്ന ട്രയാങ്കിൾ ആണ്. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഇവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട് അല്ലെ? ഇങ്ങനെ കണക്ട് ചെയ്തു വരുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏറ്റവും വലിപ്പമേറിയ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കണക്റ്റിംഗ് ട്രയാങ്കിളും കൂടെ ഉണ്ട്, അതും രണ്ടെണ്ണമാണ് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെ കണക്ട് ചെയ്ത് വരുന്നതിനെ നിങ്ങൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ ടോട്ടൽ എത്രയാണ് വരുന്നത്? 16 2 16 2 18 2 20. ഈ സൈഡിൽ തന്നെ നമുക്ക് 16 2 18 2 20 കിട്ടി. നോക്കിയാടാ മക്കളെ, ഇനി ടോട്ടൽ എടുക്കുകയാണെ ഇവിടെ 20 വന്നു അല്ലെ? അപ്പം 20 പ്ലസ് 16 2 18 2 20 2 22 22 പ്ലസ് എത്രയാണ്? 16. എത്ര വരും? 6 2 8 6 2 8 2 2 4 1 5. ടോട്ടൽ 58 ട്രയാങ്കിൾ ആണ് ഇതിൽ വരുന്നത് കേട്ടോ. 58 ട്രയാങ്കിൾ ആണ് വരുന്നത് അല്ലെ? ഇനി നോക്കൂടാ, ഇതിന്റെ അകത്ത് വരുന്ന എത്ര ട്രയാങ്കിളാ? ഇതൊരു സംശയം വരുന്നതാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ഇതിനകത്ത് ഈ 3 4 5 ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോയാൽ മതിയാവും. കാരണം കൗണ്ട് ചെയ്തെടുക്കുന്നതിൽ എളുപ്പം അത് തന്നെയാണ്. നോക്കിയേ, ഇത്തരത്തിലാണ് തരുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ട്രയാങ്കിൾ, അതായത് മൊത്തത്തിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ വളരെ പാടാണിത്. ഇപ്പൊ നിങ്ങൾക്ക് എടുക്കാനായിട്ട് 1 2 3 4, അപ്പൊ 4 വരുന്നത്. അതായത് 1 2 3 4 വരുന്നതെങ്കിൽ നിങ്ങൾ ഓർക്കുക 27 ട്രയാങ്കിളുകളായിരിക്കും വരുന്നത്. ഇത്തരത്തിൽ 1 2 3 3 ട്രയാങ്കിൾ സെപ്പറേഷൻസ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഓർക്കുക അവിടെ 13 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അല്ലാതെ കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. ഷോർട്ട് ട്രിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറ്റുന്നതാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കൗണ്ട് ചെയ്യണമെങ്കിൽ 1 2 3 4. അപ്പൊ നിങ്ങൾ 1 2 3 4 എന്ന് എഴുതുക. ശേഷം 1 നേരെ 1 ഇനി 1 തൊട്ടടുത്ത സംഖ്യ കൊണ്ട് കൂട്ടുക. 2 1 എത്ര വരും മക്കളെ? 3. തൊട്ടടുത്ത സംഖ്യ കൊണ്ട് 3 കൂട്ടുക. 3 3 6. ഇനി 6 4 10. ഇതിനെ ടോട്ടൽ ആഡ് ചെയ്തേ. 6
10 6 16 3 19 1 20 നിങ്ങൾക്ക് കിട്ടും. 20 മാത്രം ആഡ് ചെയ്താൽ പോരാ, ഇതിനോടൊപ്പം നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് താഴത്തെ സംഖ്യ സ്കിപ്പ് ചെയ്യുക, മേളത്തെ സംഖ്യ ആഡ് ചെയ്യുക. ഓക്കെ ആണോ? മേളത്തെ സംഖ്യ ആഡ് ചെയ്യുക. ഇനി ഈ സംഖ്യ സ്കിപ്പ് ചെയ്യുക, മേളത്തെ സംഖ്യ ആഡ് ചെയ്യുക വീണ്ടും. അതായത് 20 6 26 1 27. അതായത് ഇവിടെ കിട്ടിയ ആൻസർ. ഞാൻ ഇതൊന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവുന്ന പോലെ പറഞ്ഞുതരാം. 1 2 3 4 നിങ്ങൾ എഴുതേണ്ടത് 1 2 3 4. ഒന്നിന് നേരെ ഒന്നൊന്നും ഒന്നിന് താഴെയുള്ള സംഖ്യ ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക. 2 1 3 3 3 6 6 4 10. 10 6 ഇനി ഇതിനെ സം ചെയ്യുക, ആഡ് ചെയ്യുക. 10 6 16 3 19 1 20 നിങ്ങൾക്ക് കിട്ടി. 20 അവിടെ നിൽക്കട്ടെ. 20 ആണോ ടോട്ടൽ? അല്ല, 20നോടൊപ്പം നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെ ആഡ് ചെയ്യണം? ഏറ്റവും താഴത്തെ സംഖ്യ ആഡ് ചെയ്യണ്ട, തൊട്ട് മേളത്തെ സംഖ്യ ആഡ് ചെയ്യുക പ്ലസ് 6. തൊട്ട് മേളത്തത് ആഡ് ചെയ്യണ്ട, അതിന് മേളത്തത് ആഡ് ചെയ്യുക പ്ലസ് 1. 20 6 26 1 27 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതിനെ നിങ്ങൾ അങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. 1 2 3 എങ്ങനെ എഴുതും? 1 2 3 എന്ന് എഴുതുക. ഒന്നിന് നേരെ 1 2 1 വീണ്ടും 3 3 3 6 എന്ന് കിട്ടി. 6 3 9 1 10 എന്ന് നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടി. 10 ആണോ വരുന്നത്? അല്ല. 10നോടൊപ്പം നിങ്ങൾ ഏതൊക്കെ കൂട്ടേണ്ടതായിട്ടുണ്ട്? ഏറ്റവും താഴത്തെ സംഖ്യ ആഡ് ചെയ്യേണ്ട, മേളത്തെ സംഖ്യ ആഡ് ചെയ്യുക, 3 ആഡ് ചെയ്യുക. അതിന് തൊട്ട് മേളത്തെ ആഡ് ചെയ്യേണ്ട, വീണ്ടും ആഡ് ചെയ്യാനായിട്ട് നമുക്കൊന്നുമില്ല. അപ്പൊ 10 3 ആൻസർ 13 ആണ്. ഇവിടെ 13 ആണ്. അതാ ഞാൻ പറഞ്ഞത്, 3 ആണ് വരുന്നതെങ്കിൽ 13 ആയിരിക്കും. 1 2 3 4 ആണ് വരുന്നതെങ്കിൽ 27 ആയിരിക്കും. 5 വരികയാണെങ്കിൽ 48 ആയിരിക്കും എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇത് എല്ലാം നിങ്ങളൊന്ന് നോക്കിയിട്ട് പോകണം. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ആയതുകൊണ്ട് ഇതിന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നല്ലൊരു എക്സാം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചു നിർത്തുന്നു. ഇറ്റ്സ് മീ ജെയ്സൺ സൈനിങ് ഓഫ്. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് താങ്ക് യു.